ഗുഡ് മോർണിംഗ്. സോജിതയാണ് കേട്ടോ. എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 2 ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മുതൽ ഫുൾ ഡേ ക്ലാസ് തുടങ്ങും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. രാവിലെ 8:15 8:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് വരും. അങ്ങനെ 5:15 എണീറ്റ് ഫ്രഷായി പതിയെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറുവാണ്. 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഇത്ര നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഒന്ന് റുട്ടീനായി വന്നു കഴിഞ്ഞാൽ പിന്നെ ചടപടാന്ന് കാര്യങ്ങൾ നടക്കും. പതിയെ ജനലൊക്കെ തുറന്നിടാം, കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കയറട്ടെ, നമുക്കും കുറച്ച് എനർജി ആവുമല്ലോ. ചോറിനുള്ള തലേദിവസം തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് എടുത്ത് ചൂടാക്കിയാൽ മതി. ഇന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ ചിക്കൻ റോസ്റ്റ്, മത്തങ്ങ എരിശ്ശേരി, പിന്നെ ചെറിയൊരു തോരൻ. അത് ഈ മത്തൻ്റെ പൂവും ഇലയും എല്ലാം കൂടെ ഇട്ടിട്ട് തോരൻ വെക്കാം. എരിശ്ശേരിക്കുള്ള പയറൊക്കെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കുക്കറിലാക്കി വേവിക്കാനായിട്ട് വെക്കണം. അതിനു മുമ്പ് ഇന്നലെ കഴുകി ബാസ്ക്കറ്റിലാക്കി വെച്ചിരുന്ന എല്ലാ പാത്രങ്ങളും ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിനെയെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്തു വെക്കണം. അതിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ ആവശ്യമായിട്ടുള്ളതാണ്. അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി ബാക്കിയുള്ള എല്ലാം കബോർഡിലേക്ക് എടുത്തു വെച്ചു. ഈ ബാസ്ക്കറ്റ് 2 ദിവസം കൂടുമ്പോൾ കഴുകാറുണ്ട്. ഇല്ലെങ്കിൽ ഈ വെള്ളം എല്ലാം കൂടെ അടിഞ്ഞ് അതിനകത്തും ഒരു അഴുക്കും മണമൊക്കെ വരും. പക്ഷെ അത് രാവിലെ തന്നെ ചെയ്യാറില്ല. സമയം അനുസരിച്ച് എല്ലാ പണികളൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ ഈ വക പണികളൊക്കെ ചെയ്യാൻ പോകത്തുള്ളൂ. നമുക്ക് അയലോകത്തു നിന്നൊക്കെ മത്തങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അരിഞ്ഞിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മത്തങ്ങ, തേങ്ങ എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തു. ചിക്കൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും എടുത്തു. അങ്ങനെ ചോറിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഇനി അതൊന്ന് തിളപ്പിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി തീരുമല്ലോ. കട്ട്ലറി ബാസ്ക്കറ്റ് സെപ്പറേറ്റ് മാറിയിരുന്നത് കൊണ്ട് അതെടുത്ത് തിരിച്ചു വെക്കാനായിട്ട് മറന്നുപോയി. പിന്നെ അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഈ എടുത്ത് വെച്ചതിനകത്തുനിന്ന് പകുതിയോളം ഇനി തിരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഓരോ കുക്കിംഗ് ചെയ്യുന്ന സമയത്തും ഓരോ പാത്രത്തിനനുസരിച്ചുള്ള സ്പൂണും കാര്യങ്ങളും എല്ലാം ഇപ്പം തന്നെ വെളിയിൽ വരും. അതുവരെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇനി കുക്കറിൽ പയറൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. എരിശ്ശേരി വെക്കാനായിട്ടേ. പയറിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. മത്തങ്ങ അതേ പടയെന്ന് പറഞ്ഞ് വെന്ത് കിട്ടും. അത് മാത്രമല്ല അത് ഫ്രീസറിലും കൂടി ഇരുന്നതായതുകൊണ്ട് വലിയ താമസവും ഇല്ല വേവാൻ. അങ്ങനെ പയറിൻ്റെ കുക്കർ അടുപ്പിലേക്ക് വെച്ചു. പിന്നെ ആ ബാസ്ക്കറ്റ് അവിടെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ കൈക്കൊരു തരുതിരിപ്പ്. പിന്നെ അത് ഓടിപ്പോയി അത് കഴുകി വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ അത് ശരിയാവത്തില്ല എന്ന് തോന്നുന്നു. ഇതെൻ്റെ കിച്ചൺ വർക്കിനിടയ്ക്കുള്ള ബ്രേക്ക് ടൈമാണ് കേട്ടോ. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം ഒന്ന് ഐസ് വാട്ടറിലൊന്ന് പൊക്കി എടുക്കും. ഒരു 3-4 തവണ. ഒരു ബേസണിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 10-15 ഐസ് ക്യൂബ് അങ്ങിടും. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ തണുത്ത വെള്ളത്തിലേക്ക് അങ്ങ് മുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും നമ്മുടെ മുഖത്തിനൊരു ചെറിയ രീതിയിലൊരു ബ്രൈറ്റ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യും. ആഗ്നി വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്താണ് ഇതിൻ്റെ മാജിക് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വളരെ നല്ലതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ. ഐസ് പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ മുഖം വൈപ്പ് ചെയ്യാറില്ല. അതങ്ങനെ തന്നെ ലീവ് ചെയ്യും. ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇടും. നമ്മുടെ ദേഹത്തേക്കൊക്കെ ഒലിച്ചിറങ്ങുന്ന വെള്ളം അതങ്ങ് വൈപ്പ് ചെയ്ത് കളയും. ഒരു കാര്യം ശ്രദ്ധിക്കണം, സൈനസൈറ്റിസ് ആരെങ്കിലും ഉള്ളവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞ് എൻ്റെ പണിയിലേക്ക് തിരിച്ചു പോട്ടെ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അരിയണം. ഇനി തൊട്ട് ഈ വക സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കണം. അന്നേരം നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. ഇത്ര ഹറിബറി ആവുകയും വേണ്ട. ആക്ച്വലി സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അവധി കിട്ടിയ സമയത്ത് ഇതെല്ലാം പെൻഡിങ് ആക്കി വെച്ചു. പഴയ റുട്ടീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അടുത്ത പണിയെന്ന് പറഞ്ഞാൽ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പരയ്ക്കാൻ പോവാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കുഞ്ഞുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഓരോ പണി ചെയ്തു വന്ന സമയം കൊണ്ട് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കണം. മത്തങ്ങയും വെന്ത് വന്നതിന് ശേഷം അരപ്പിട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ വർക്ക് ഏരിയ. ഇവിടെയാണ് എൻ്റെ മിക്സി, ബ്രെഡ് ടോസ്റ്റർ, തെർമൽ കുക്കർ, എൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എല്ലാം ഈ കബോർഡിൽ കൂടെ ഇരിക്കുന്നത്. അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഈ വർക്ക് ഏരിയയിലാണ് വയ്ക്കുക. ഇതെല്ലാം പോരാഞ്ഞിട്ട് എൻ്റെ കുറച്ച് ചെടികളും ഇവിടെയുണ്ട്. പുറകിലത്തെ പ്രസവ വാർഡിലേക്ക് ഇന്ന് പോകാൻ സമയം കിട്ടിയില്ല. സമയം കിട്ടാത്തതുകൊണ്ടല്ല, എണീറ്റപ്പം നല്ല ഇരുട്ടായിരുന്നു. ഇപ്പം എന്തായാലും വെട്ടം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് പോയി കാണണം. പാവം ജെന്നി എങ്ങനെ സ്വതന്ത്രമായിട്ട് ഓടിപ്പാഞ്ഞ് ഇതിൽ നടന്നതായിരുന്നു. അപ്പം അതിനൊന്നും അനങ്ങാൻ സമയമില്ല. ഇവിടെ ഫുൾ ടൈം പിള്ളേരുടെ കൂടെ തുള്ളിച്ചാടി നടന്നിരുന്ന പട്ടിയ. ഞാൻ പോകുന്ന വഴിയെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് അവൾ അമ്മ എന്ന പദവിയിലേക്ക് മാറിയത്. ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു മൃഗമായിട്ട് കൂടി അത് എൻ്റെ കുഞ്ഞുങ്ങളെ എത്ര കാര്യമായിട്ടാണ് നോക്കണേ അല്ലേ. എൻ്റെ പിള്ളേരെങ്ങാനും അതിൻ്റെ അടുത്തേക്കൊന്ന് ചെന്നാൽ അവളെ കടിക്കാൻ വരും. അത്ര നാൾ അത്ര സ്നേഹത്തോടു കൂടി നിന്നതാന്ന് പോലും അവൾ ചിന്തിക്കാതെ. എന്നിട്ടും ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ ഓരോ കുഞ്ഞുങ്ങളെ അവനവൻ്റെ മക്കളെ ചെയ്ത് കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനത്തെ വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ. 1 വയസ്സ്, 1.5 വയസ്സ്,
3 വയസ്സ് 4 വയസ്സ് ഒക്കെ. ഒരു 7-7.5 വർഷം മുമ്പ് തൊടുപുഴയ്ക്കും ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാൻ കാക്കട്ടെ, വേറെ എന്തു പറയാനാണ്. അങ്ങനെ മത്തങ്ങ തോരനൊക്കെ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടോ. ഒരു ബർണറിൽ ചിക്കനും വയ്ക്കാൻ പോവാണ്, അടുത്തതിനകത്ത് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുടെ ബാക്കി പണികളും നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി കുറവാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു കമൻറ്റും ഒരു ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ ചെറിയ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇത്രയും നേരത്തെ പണി ലഞ്ചിൻ്റെ പണിയായിരുന്നു. അപ്പോൾ ഇനി പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലോട്ട് കിടക്കാം. ഇഡ്ഡലി തട്ടൊക്കെ വെച്ചു. ഇന്ന് ഇഡ്ഡലിയാണ്. ഇന്നലത്തെ ദോശയുടെ ബാറ്റർ ബാക്കി ഇരിപ്പുണ്ട്. ഇന്നലെ ദോശ ആയതുകൊണ്ട് ഇന്ന് ഇഡ്ഡലി. അപ്പം അതിനുള്ള വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാനൊന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നലെ കൊച്ചിനെ ട്യൂഷന് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം സ്കൂട്ടർ എടുത്ത് വെക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല, നല്ല മഴയുണ്ടായിരുന്നു. മെയിൻ ഡോറ് തുറന്ന് കണി കണ്ടതേ നമ്മുടെ സ്കൂട്ടറാണ്. എന്നാൽ പിന്നെ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടാട്ടെ ബാക്കി പരിപാടിയെന്ന് കരുതി. മുല്ല വെട്ടിയിട്ട് അധികം നാളൊന്നും ആയില്ല, നന്നായിട്ട് വളർന്നു. അത് വളർന്നിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പം അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നോക്കാം. വലിയ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഇറങ്ങിയ വഴിക്ക് കുറച്ച് കറിവേപ്പിലയും പറിച്ച് പാലെടുക്കാനുണ്ടായിരുന്നു. പാലും എടുത്തു. അപ്പോൾ ദാണ്ട പുറകെ വരുന്നു ജെന്നിയുടെ വീതത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അവളുടെ പാത്രവും കുഞ്ഞുങ്ങളും ഒക്കെ ഇപ്പോൾ ബാക്ക് സൈഡിലാണ്. പിന്നെ അത് ബാഗിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കണം. ഈ പണികളെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്ക് പിള്ളേരെ എണീപ്പിക്കാനുള്ള സമയമായി. 6:45 7 മണിയാകുമ്പോഴത്തേക്ക് അവരെ വിളിക്കാം. തലേദിവസം തന്നെ ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ പണികളൊന്നും രാവിലെ എണീറ്റ് ചെയ്യാനില്ല. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ വിളിക്കാറുള്ളൂ. ഫെലിക്സിനെ വിളിച്ചെണീപ്പിച്ചിട്ട് ചടങ്ങുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ അറ്റ കൈക്ക് ഞാൻ ആ ഫാൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് പോരും. പിന്നെ മിന്നൽ മുരളിയുടെ വേഗത്തിലിങ്ങനെ എണീറ്റ് പോന്നോളൂ. ഒരാളിതേ പല്ലൊക്കെ തേച്ച് നേരെ വന്നേക്കുക. എൻ്റെ ദേഹത്ത് നല്ല ചൂടുണ്ട്, പനിയാണെന്നാ തോന്നണേ. ഞാനിന്ന് സ്കൂളിൽ പോകണോ? പതിവില്ലാത്തൊരു മടിയുണ്ട് പുള്ളിക്ക് ഇന്ന് സ്കൂളിൽ പോകാനായിട്ട്, എന്താണെന്നറിയത്തില്ല. അങ്ങനെ അതിനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒരു തരത്തിൽ സെറ്റാക്കി വിട്ടു. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിക്കൻ ഒരു സൈഡിലിരുന്ന് പകുതിയോളം വേവായിട്ടുണ്ട്. ഇഡ്ഡലി 2ാമത്തെ തട്ടാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. മത്തങ്ങ പയറിനെ കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ ആ പണിയും പൂർത്തിയാവും. നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ നല്ല സമാധാനപരമായി റിലാക്സ് ചെയ്തിരുന്ന് കുക്ക് ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങളിലൊക്കെ അലാറം അബദ്ധത്തിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എണീക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓഫ് ചെയ്യണേ. ഉറക്കത്തിൽ കിടന്ന് 5 മിനിറ്റ് നമ്മൾ കാണും, പക്ഷെ എണീക്കുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 2 പേർക്ക് ഗുണമുണ്ട്. നമുക്കും പിന്നെ നമ്മൾ സമാധാനമായിട്ടിരുന്നാൽ നമ്മുടെ മക്കൾക്ക് സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ അവർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് സാമ്പാർ ബാക്കിയുള്ളതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി അതാണ്. ഇനി ആ ഡൈനിങ് ടേബിളിന് ചുറ്റും ഓരോരുത്തരും ഒരു കറക്കമുണ്ട്, ഏത് കസേരയിൽ ഇരിക്കണം എന്ന്. അങ്ങനെ ഫെലിയുടെയും ഫാബിയുടെയും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നടക്കുന്ന സമയത്ത് ഞാൻ അവർക്കുള്ള ലഞ്ച് ഇവിടെ എടുത്തു വെക്കാൻ തുടങ്ങി. ചിക്കൻ ഇവിടെ ഒരു സൈഡിൽ റെഡി ആവുന്നതേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ടൈമുണ്ട്. ടിഫിൻ ബോക്സിൽ ചോറൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ ചൂടൊക്കെ പതിയെ ഒന്ന് ആറി വരുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ ചിക്കൻ പരിപാടിയും തീർത്തു. ഇഡ്ഡലിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പാത്രങ്ങൾ എല്ലാം ഒന്ന് കഴുകിയാൽ മതി. ചിക്കൻ റോസ്റ്റാണ് ചെയ്തത്, അത് ഞാൻ അവരുടെ ടിഫിനിലേക്ക് വെച്ചു. ബാക്കി കറികളെല്ലാം ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ആർ ഓൾമോസ്റ്റ് ഡൺ. അപ്പുറത്തൊരു ചെറിയ പരാതി നടക്കുവാണ്. പുതിയ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് കിട്ടിയില്ല പോലും. അത് കിട്ടണമെങ്കിൽ ഇനി 2-3 ദിവസം കൂടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊന്ന് വിട്ടു. അങ്ങനെ ഇനി ടിഫിൻ പാക്ക് ചെയ്യണം. ഇപ്പോഴത്തെ സ്കൂളിലെ റൂൾ അനുസരിച്ച് സ്പൂണൊക്കെ കൊടുത്തു വിടണം. അവർക്ക് കൈകൊണ്ട് കഴിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫെലിച്ചൂട്ടൻ പറഞ്ഞു അവൻ ചെയ്തോളാന്ന്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ ചെയ്തു. ബാബിക്കുട്ടിൻ്റെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ആ സമയം കൊണ്ട് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി സിറ്റൗട്ടിൽ കൊണ്ടുപോയി ഭാഗം വെച്ചിട്ട് ഇനി ബസ് വരാനായിട്ടുള്ള കാത്തിരിപ്പാണ്. വേറൊന്നുമല്ല, ആ റംബൂട്ടാൻ്റെ ചവിട്ടിൽ പോയി അവർക്ക് അതിനകത്തുനിന്ന് പഴുത്തു തുടങ്ങിയതൊക്കെ പറിച്ചെടുക്കണം. അങ്ങനെ 1-2 എണ്ണമൊക്കെ പറിച്ചു കൊടുത്ത് തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിച്ചു. സ്കൂളിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു അതിനിടയ്ക്ക്, നമ്മുടെ ബസ് പഞ്ചറായിട്ടുണ്ട്, അപ്പം അതിന് പകരം ഒരു ട്രാവലറാണ് ഇന്ന് വരണേന്ന് പറഞ്ഞിട്ട്. ട്രാവലറൊക്കെയാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഏതോ ടൂർ പോകാമെന്ന് ഓർത്തോണ്ടാണ് പോകുന്നത്. അങ്ങനെ 2 എണ്ണത്തിന് സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ കിച്ചൺ നല്ല വെടിപ്പാക്കി എടുത്തു. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. കബോർഡിലേക്ക് പോകാനുള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആയി കഴിയുമ്പം ഞാൻ അതിൻ്റെ പൊസിഷനിലേക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള സെറ്റാവും. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.